ഹലോ നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പുതിയ ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരികയാണ്. സോ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും കൂടുതലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർലിങ്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മളുടെ ഇൻ്റർനെറ്റിൻ്റെ ഒരു ഗതി എന്തായിരിക്കും ഇന്ത്യയുടെ എന്നൊക്കെ ആളുകൾ ഭയങ്കരമായിട്ട് ഊറ്റം കൊള്ളുന്നുണ്ട്. സോ സ്റ്റാർലിങ്കിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ യൂട്യൂബ് വീഡിയോ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഞാനൊരു സ്റ്റാർലിങ്ക് ഉപഭോക്താവാണ്. 2023 മുതൽ ഞാൻ സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിലല്ല എന്ന് മാത്രം, ഇന്ത്യക്ക് പുറത്താണ് ഞാൻ സ്റ്റാർലിങ്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർലിങ്കിൻ്റെ കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളും എനിക്ക് പറയാനുണ്ട്. ആദ്യമായിട്ട് പറയട്ടെ, സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ടല്ല വരാൻ ശ്രമിക്കുന്നത്, മുമ്പ് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് പോളിസികളും കുറച്ച് കാര്യങ്ങളും കൊണ്ടൊക്കെ സ്റ്റാർലിങ്കിന് വരാൻ സാധിച്ചില്ല. അന്ന് കുറച്ച് ആൾക്കാരെ എതിർക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ എയർടെല്ലും ജിയോയും ഇവർ തന്നെയാണ് അന്ന് ഇവരെതിർത്തത്. പക്ഷേ അവർ എയർടെല്ലും ജിയോ ആയിട്ട് ജോയിൻ്റായി സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരുന്നു. അവർ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് ഞാൻ വിചാരിക്കും. നരേന്ദ്രമോദി US പോയ സമയത്ത് അവിടെ ആയിട്ടൊരു ഡീൽ വെച്ചതിന് ശേഷമാണ് സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരുന്നതെന്നൊക്കെ പറയുന്നത്. അതിൻ്റെ പുറകിലെ രാഷ്ട്രീയമൊക്കെ നമുക്ക് പിന്നെ പറയാം. നിലവിൽ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരുന്നു. സ്റ്റാർലിങ്ക് ഡയറക്റ്റ് അല്ല വരുന്നത്, അവരൊരു സെക്കൻഡ് ഒരു കണക്ടിവിറ്റി ഓപ്ഷനിൽ കൂടെയാണ് വരുന്നത്. അത് നേരിട്ട് സ്റ്റാർലിങ്കിൻ്റെ സർവീസുകൾ കിട്ടില്ല, അത് ജിയോയോ എയർടെല്ലോ ത്രൂ ആയിരിക്കും വരിക. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാർലിങ്ക് വരുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നിലവിൽ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഇന്ത്യയിൽ 60% മാത്രമേ ആളുകൾക്ക് ഇൻ്റർനെറ്റ് കിട്ടി തുടങ്ങിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ നമ്മളുടെ നഗരങ്ങൾ മാത്രമേ ഇൻ്റർനെറ്റ് കൂടുതലായിട്ട് ശരിക്കും കിട്ടുന്നുള്ളൂ. എന്നാൽ ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് റിമോട്ട് ഏരിയകൾ ഇന്ത്യയിലുണ്ട്. കേരളത്തിൻ്റെ മാത്രം കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിൽ ഇന്ത്യയുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കുഗ്രാമങ്ങളുണ്ട്, അവിടെ ഇൻ്റർനെറ്റിൻ്റെ ഒരു ലഭ്യത ഇപ്പോഴും കുറവുണ്ട്. സോ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. രണ്ടാമത്തെ പ്രശ്നം ഇപ്പോൾ അടിക്കടി ഇന്ത്യയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ്. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, ഭൂമി കുലുക്കം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ നമ്മൾ അടുപ്പിച്ച് ഇപ്പോൾ ഒരു കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നമ്മൾ അത്യാവശ്യം ദുരന്തങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് മണ്ണിടിച്ചിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഈ സമയങ്ങളിലും നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയെ ശരിക്കും അത് ബാധിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡിലുള്ള ഇൻ്റർനെറ്റാണ്. അതായത് കേബിളുകളിൽ ത്രൂ ആണ് നമുക്ക് ഇൻ്റർനെറ്റ് വരുന്നത്. ഇപ്പം നമ്മൾക്ക് മൊബൈൽ ഫോണിൽ വയർലെസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് ടവറിലേക്ക് എത്തുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ്. സോ സ്റ്റാർലിങ്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓർബിറ്റിൽ നമ്മളുടെ സാറ്റലൈറ്റ്സ് കൊണ്ടുവന്നിട്ട്, ലോ ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മളുടെ ഭൂനിരപ്പിൽ നിന്ന് 500 കിലോമീറ്റർ മാത്രം ഉയരത്തിൽ ഒരു സാറ്റലൈറ്റിൻ്റെ ശ്രേണി തന്നെയുണ്ട്. സാറ്റലൈറ്റ് ഇങ്ങനെ നിരനിരയായിട്ട് സാറ്റലൈറ്റിൻ്റെ ഒരു നെറ്റ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഇൻ്റർനെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിലവിൽ 6000-നും 7000-നും ഇടയിൽ സാറ്റലൈറ്റ്സ് ഉണ്ടെന്നാണ് സ്റ്റാർലിങ്ക് പറയുന്നത്. എത്ര ഉണ്ടെന്ന് കറക്റ്റ് കണക്ക് നമുക്ക് പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ സമീപഭാവത്തിൽ ഭാവിയിൽ അതൊരു 40,000 ആയിട്ടൊക്കെ ഉയർത്താൻ സാധ്യതയുണ്ട്. അത് ഭൂമി മൊത്തം സ്റ്റാർലിങ്കിൻ്റെ ഒരു നെറ്റ്വർക്കിൻ്റെ അണ്ടറിലായിരിക്കും എന്നാണ് ഈ പറഞ്ഞു വരുന്നതിന് അർത്ഥം. സോ സ്റ്റാർലിങ്കിന് ഇൻ്റർനെറ്റിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 20 മുതൽ 250 MB വരെയാണ് അവരുടെ സ്പീഡ്. മെഗാബൈറ്റ് പെർ സെക്കൻഡാണ് അവർ നിലവിൽ നോർമൽ ഉപയോഗങ്ങൾക്കായിട്ട് കൊടുക്കുന്നത്. ഇനി ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ യൂസ് അതായത് വ്യാവസായികമായിട്ട് കമ്പനി ആവശ്യങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 500 MB വരെ സ്പീഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഉപയോഗിച്ചിരുന്നത് കണ്ടൻറ് ഡെലിവറിക്കും കണ്ടൻറ് ട്രാൻസ്ഫറിങ്ങിനൊക്കെ ആയിരുന്നു ഞാൻ ഈ സ്റ്റാർലിങ്ക് യൂസ് ചെയ്തിരുന്നത്. ഇന്ത്യക്ക് പുറത്തായിരുന്നു അത് യൂസ് ചെയ്തിരുന്നത്. സ്റ്റാർലിങ്ക് നമുക്ക് നിലവിൽ ഇന്ത്യക്ക് ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ഭൂട്ടാനാണ്. ഭൂട്ടാനിൽ സ്റ്റാർലിങ്ക് സർവീസ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. കാരണം ഭൂട്ടാൻ്റെ ഒരു ജോഗ്രഫിക്കൽ സ്ട്രക്ചർ വെച്ചിട്ട് ഭൂട്ടാനിൽ നമുക്ക് ഓപ്റ്റിക്കൽ ഫൈബർ ഒന്നും അത്രയും പോസിബിൾ അല്ല. സോ ആ സിറ്റുവേഷനിൽ നമുക്ക് സ്റ്റാർലിങ്കിൻ്റെ ഈ പറഞ്ഞ നമുക്ക് കിട്ടുന്ന അതേ വയർലെസ് പരിപാടിയാണ് അവർക്കും കിട്ടുന്നത്. സാറ്റലൈറ്റ് ത്രൂ ആണ് അവർക്കും കൊടുക്കുന്നത്. പക്ഷേ ഭൂട്ടാനിലെ ഒരു സ്റ്റാർലിങ്കിൻ്റെ താരിഫ് പാക്കേജ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ മണി 3000 മുതൽ 5000, 6000 റേഞ്ചിലാണ് അവരൊരു മാസം അതിന് ചാർജ് ചെയ്യുന്നത്. സോ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഇൻ്റർനെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൈസ ചിലവാക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലത്തെ പാക്കേജ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ എത്ര സ്പീഡ് കൊടുക്കുന്നു, എത്ര പാക്കേജിന് അവർ പറഞ്ഞിട്ടില്ല.
പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സ്റ്റാർലിങ്കിൻ്റെ ഒരു ഇൻ്റർനെറ്റ് താരിഫ് വെച്ചിട്ട് അത് ഒരു ചീപ്പർ ഇൻ്റർനെറ്റ് അല്ല. സ്റ്റാർലിങ്ക് എപ്പോഴും നല്ല എക്സ്പെൻസീവ്, നല്ല കോസ്റ്റ്ലിയാണ്. ഞാൻ പേ ചെയ്തിരുന്ന US$ആയതുകൊണ്ട് എനിക്കത് വലിയ നേരിട്ട് എന്നെ ബാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ ഒരു എന്താ പറയുക, ഒരു പൈസ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഇപ്പം നിലവിൽ ചിലവാക്കുന്ന ഒരു ഇൻ്റർനെറ്റിൻ്റെ ഒരു കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ സ്റ്റാർലിങ്കിൻ്റെ റേറ്റ് എങ്ങനെ പോലും കൂടാനാണ് സാധ്യത. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ചീപ്പർ, അതായത് വളരെ കുറഞ്ഞ നിരക്കിൽ ചീപ്പായിട്ട് ഇൻ്റർനെറ്റ് കിട്ടും എന്നുള്ളത് ഒരു വ്യാമോഹം മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത്. നിലവിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വീട്ടിൽ, തൃശ്ശൂരിലെ എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേരള വിഷൻ്റെ ഇൻ്റർനെറ്റാണ്. അതിന് 370 രൂപയോ 390 രൂപയോ കൊണ്ട് ആ റേഞ്ചിലാണ് റേറ്റ് വരുന്നത്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്പീഡ് ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട്. ഞാൻ അത് വെച്ചിട്ടാണ് വീട്ടിലെ ഹോം തിയേറ്ററിൽ സിനിമ കാണുന്ന നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം അങ്ങനത്തെ കാര്യങ്ങൾ, ഡൗൺലോഡിങ്, എല്ലാ പരിപാടികളും അതിലാണ് നടക്കുന്നത്. സോ കുഴപ്പമില്ല. പക്ഷേ മഴക്കാലത്ത് മാത്രം ഇത് ഫൈബർ ഒപ്റ്റിക്കലായതുകൊണ്ട് ഇത് പൊട്ടാനും അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നേരിടാറുണ്ട്. സോ തീർച്ചയായിട്ടും ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് വരുമ്പോൾ ഞാനൊരു സ്റ്റാർലിങ്ക് എടുക്കും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി സ്റ്റാർലിങ്കിൻ്റെ ഒരു ദോഷം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിലവിൽ സ്റ്റാർലിങ്ക് പോലത്തെ ഒരു ടെക്നോളജി, സ്റ്റാർലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെക്നോളജി വേറെ ഒരു കമ്പനിയും കൊടുക്കുന്നില്ല. സോ ഇവരാണ് ഈ സ്റ്റാർലിങ്കിൻ്റെ കമ്പനിക്ക് മാത്രമേ ഈ സാറ്റലൈറ്റ് ബേസ്ഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പ് ജിയോ നമുക്ക് ഫ്രീ ഇൻ്റർനെറ്റ് തന്ന സമയത്ത് എന്താ ഉണ്ടായെന്ന് കഴിഞ്ഞാൽ, ജിയോ എല്ലാവർക്കും ഫ്രീ ഇൻ്റർനെറ്റ് കൊടുത്തു. എല്ലാ യൂസേഴ്സിനെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ജിയോയിലേക്ക് അവർ ആകർഷിച്ചു. എല്ലാവരും അതിലേക്ക് പോവുകയും ചെയ്തു. സോ ആ സമയത്ത് ജിയോ മാർക്കറ്റ് പിടിച്ചെടുത്തു. ശേഷം ജിയോ ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷം അവരുടെ പ്രൈസുകൾ കുത്തനെ ഉയർത്തുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഇതെടുത്തവരൊക്കെ പെട്ടു. തുടക്കത്തിലെടുത്ത ആൾക്കാർക്ക് ജിയോയിലേക്ക് മാറുന്ന ആളുകൾ ഒക്കെ പെട്ടു. കാരണം അവർ ഇപ്പോൾ ജിയോ അതുപോലെ വലിയ വലിയ ഓഫറുകളൊന്നും കൊടുക്കുന്നില്ല. തുടക്കത്തിലുള്ള ആ ഒരു സംഭവം പിന്നെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ സ്റ്റാർലിങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ഒറ്റയടിക്ക് സ്റ്റാർലിങ്കിലേക്ക് അട്രാക്ട് ചെയ്തിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ സ്റ്റാർലിങ്കിൻ്റെ പ്രൈസ് കൂട്ടുകയാണെങ്കിൽ അത് ശരിക്കും നമ്മളെ ബാധിക്കും. ആ സമയത്ത് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാതെയാവും. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർലിങ്കിൻ്റെ ഓണർ ആരാണെന്ന് നമുക്കറിയാമല്ലോ. സ്റ്റാർലിങ്കിൻ്റെ ഓണറാണ് എലോൺ മസ്ക് എന്ന് പറഞ്ഞ ആൾ. വളരെ വ്യത്യസ്ത ചിന്താഗതിക്കാരനാണ്. പല പല കാര്യങ്ങൾ ആൾ ചെയ്ത് കിട്ടുന്നുണ്ട്. ഹൈപ്പർ ലൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂറോലിങ്ക് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് കാര്യങ്ങളുണ്ട്. മാർസിൽ പോയി അവിടെ കോളനി സ്ഥാപിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള അതുപോലത്തെ വലിയ സ്പേസ് എക്സിൻ്റെ ഒക്കെ CEO ആണ് പുള്ളി. അപ്പോൾ ആളുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ് എലോൺ മാസ്ക് ചിന്തിക്കുന്നത്. സോ നിലവിൽ എലോൺ മാസ്കിൻ്റെ കയ്യിലാണ് ഈ ഇൻ്റർനെറ്റ് ലോകം മുഴുവൻ. അതായത് സ്റ്റാർലിങ്ക് ഓൾറെഡി 100 രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അവിടെയൊക്കെ ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സ് ഇവരാണ്. സോ ഇതിലൂടെ നമ്മൾ എന്ത് കാണണം, അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്കിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ ഒരു വ്യക്തിക്കാണ് ഇത് കിട്ടുന്ന അവകാശം കിട്ടുന്നത്. സോ അതിലൂടെ എന്താ സംഭവിക്കുകയും നിലവിൽ ഉക്രൈനിൽ സംഭവിച്ചത് തന്നെ ഇന്ത്യയിലും സംഭവിച്ചുകൂടാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഉക്രൈനിൽ എലോൺ മാസ്ക് പറയുകയുണ്ടായി, ഉക്രൈനിൽ സ്റ്റാർലിങ്കിൻ്റെ നെറ്റ്വർക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സിംബോളിക്കലി ആൾ ലിറ്ററലി അത് വേണമെങ്കിൽ എനിക്കത് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു രാജ്യത്തിനെ കമാൻഡ് ചെയ്യാൻ മാത്രം പവർ ഒരു കമ്പനിയുടെ ഓണർക്ക് കിട്ടുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്ന ടെക്നിക്കൽ മേഖലയിലാണ്. സോ ഈ മേഖലയിൽ ഇന്ത്യയിൽ ഇൻ്റർനെറ്റും കാര്യങ്ങളും സ്റ്റാർലിങ്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ ഇന്ത്യയെ സ്റ്റാർലിങ്കിൻ്റെ വിരൽത്തുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് ഞാൻ പറയുകയാണ്. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ, ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടാവും. അപ്പം അന്ന് ഇന്ത്യ ഗവൺമെൻറ് വരെ സ്റ്റാർലിങ്കിൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ സ്റ്റാർലിങ്ക് കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. ഇനി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡാറ്റ ചോർച്ചയാണ്. അതായത് നമ്മളുടെ കൊടുക്കുന്ന വിവരങ്ങൾ ചോരാൻ സാധ്യതയുണ്ട്. കാരണം സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് പ്രൊവൈഡർ, അത് അറിയാലോ, എലോൺ മാസ്കിൻ്റെ അണ്ടറിൽ ആൾക്ക് ഒരുപാട് വേറെ കമ്പനികളുള്ളതാണ്. സോ നമ്മളുടെ ഡാറ്റ സേഫ്റ്റി, ഡാറ്റ പ്രൈവസി എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് ഡാറ്റ പ്രൈവസിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിലും നമ്മുടെ പ്രൈവസി നമുക്കൊരു ലക്ഷറി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് കുറച്ചും കൂടി കൂടും. കാരണം എന്താ വെച്ചാൽ,
ഈ പറയുന്ന ജിയോയ്ക്കോ എയർടെലിനോ ഒന്നും ഈ സേഫ്റ്റി നമുക്ക് തരാൻ പറ്റില്ല. ഇതുവരെ ഇന്ത്യയിൽ ആർക്കും അത് കിട്ടിയിട്ടുമില്ല. കാരണം ഒരു കമ്പനിയും നമ്മളിൽ നിന്ന് നമ്മൾ ഒരു ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡാറ്റ നമ്മളറിയാതെ കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് മറ്റ് കമ്പനികൾക്ക് വിൽക്കപ്പെടുന്നുണ്ട്. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള ഗൂഗിൾ ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനികളും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മീൻസ് ഈ ഇൻ്റർനെറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഒരു വിപണി സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നൊരു ബിസിനസ്സാണ് ഡാറ്റ സെല്ലിംഗ് എന്ന് പറഞ്ഞ ബിസിനസ്. ഈ ഡാറ്റ സെല്ലിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. കാരണം ചിലരൊക്കെ ചിന്തിക്കും എൻ്റെ ഡാറ്റ, എൻ്റെ ഇൻഫർമേഷൻസ് വേറെ ആൾക്ക് കിട്ടിയാൽ എന്താ കുഴപ്പം, കാരണം ഞാൻ അത്ര ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അല്ലല്ലോ എന്ന ആ രീതിക്കാണ് ചിലർ ചിന്തിക്കാറുള്ളത്. കാരണം ഒരു കമ്പനിക്ക് ഒരു വില്ലേജിൽ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ വന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ അവരത് പൈസയുണ്ട്. എന്ത് ബിസിനസ് തുടങ്ങണമെന്ന് അവർക്ക് അറിയില്ല. സോ അവർക്ക് അവിടെ വേണ്ടത് ഡാറ്റാസാണ്. സോ ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് 2 മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന്, വീടാന്തരം ആളുകളെ വെച്ച് കയറി ഇറങ്ങി അവിടുത്തെ ഇൻഫർമേഷൻസ് എടുക്കുക. അതല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ പോലെയുള്ള ഒരു സോഷ്യൽ മീഡിയനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകളുടെ ഡാറ്റാസ്, ഇവിടെ ആരാണോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ഇവിടുത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഏതാണ്, ആ സോഷ്യൽ മീഡിയ കമ്പനിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ ഡാറ്റ നമുക്ക് കിട്ടും. അതിന് എത്ര സ്ത്രീകളുണ്ട്, എത്ര പുരുഷന്മാരുണ്ട്, എത്ര കുട്ടികളുണ്ട്, അവർ കഴിക്കുന്ന ഭക്ഷണം, അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള നിറം, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ആൽഗോരിതം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഇത് വെച്ചിട്ട് നമുക്ക് അവിടെ എന്താണോ ഇല്ലാത്തത് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഈസി ആയിട്ട് അവിടെ സക്സസ്ഫുൾ ആക്കി കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ഡാറ്റയുടെ ഏറ്റവും വലിയൊരു പവർ. പലപ്പോഴും നമ്മൾ എയർപോർട്ടിലൊക്കെ പോയി വരുമ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ നമ്മൾ കളയുന്ന സമയത്ത് ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, QR കോഡ് കളയുന്ന രീതിയിൽ കളയാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ QR കോഡിൽ നിന്ന് പോലും നമ്മളുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും നമ്മളിവിടെ ട്രാവൽ ചെയ്തു എന്ത് കാര്യങ്ങൾ A to Z കാര്യങ്ങൾ അതിനകത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇതാണ് ഡാറ്റ സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബിസിനസ്. സോ ഇത് ഒരാളുടെ ഡാറ്റ കയ്യിൽ വശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നതൊരു പവറാണ്. സോ ഇത്രയും വലിയൊരു കമ്പനി ഇന്ത്യയിലേക്ക് ഇൻ്റർനെറ്റുമായിട്ട് വരുമ്പോൾ നമ്മളുടെ ഡാറ്റാസും കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് ടെക്നോളജി ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന ഗുണങ്ങളും അതിനൊപ്പം തന്നെയുള്ള ചാലഞ്ചസുകളും. ഇനി സിനിമാ മേഖലയിൽ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് വെച്ചാൽ, ഞാൻ കൂടുതലും ഡിജിറ്റൽ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ചെയ്യാറുള്ളത്. സിനിമാ മേഖലയിൽ ഇത് ബാധിക്കുമ്പോൾ നമ്മളുടെ കണ്ടൻറ് ഡെലിവറി ഭയങ്കര ഫാസ്റ്റ് ആവും, അതിൽ സംശയമൊന്നുമില്ല. നമുക്ക് നിലവിൽ കിട്ടുന്ന ഇൻ്റർനെറ്റ് സ്പീഡിനേക്കാൾ കൂടുതൽ ഇൻ്റർനെറ്റ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് DCP ഒക്കെ തിയേറ്ററുകളിലേക്ക് വേഗതയിൽ എത്തിക്കാൻ സാധിക്കും. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സിനിമാ തിയേറ്ററുകളിൽ കാണിക്കുന്നതിനേക്കാൾ ഉയർന്ന ക്വാളിറ്റിയിൽ വീടുകളിൽ, അതായത് ഹോം സിനിമകളിലോ അല്ലെങ്കിൽ ഹോം തിയേറ്റർ TV-കളിലോ ഒക്കെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലെയുള്ള വൻകിട കമ്പനികൾ കണ്ടൻറ് എത്തിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം HDR എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നോളജി ഉണ്ട്, ഹൈ ഡൈനാമിക് റേഞ്ച്. HDR 10+ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് TV-യിൽ കാണാം. ഡോൾബി വിഷൻ, ഇതൊക്കെ TV-യിൽ അവൈലബിൾ ആണ്. സോ ഈ ഡോൾബി വിഷനിലൊക്കെ നെറ്റ്ഫ്ലിക്സിൻ്റെ കണ്ടൻറ്റും അവൈലബിൾ ആണ്. സോ ഈ സ്റ്റാർലിങ്ക് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, തിയേറ്ററിൽ കാണുന്നതിനേക്കാൾ ഉയർന്ന ക്വാളിറ്റിയിൽ നമുക്ക് വീട്ടിലേക്ക് ഈ കണ്ടൻറ് എത്തിക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ പോകൽ കുറയും. സോ ഭാവിയിൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഫാമിലിക്ക്, നമ്മളൊരു 5 പേരടങ്ങുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു സിനിമ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 1000 രൂപ ചിലവാകും. കാരണം പാർക്കിങ്, ഫുഡ്, സിനിമ ടിക്കറ്റിൻ്റെ നിരക്ക്, ഇതൊക്കെ കൂടി പോകുമ്പോൾ മൾട്ടിപ്ലക്സിലേക്ക് പോകുമ്പോൾ എങ്ങനെ പോലും 1000 രൂപയ്ക്ക് മേലെ പോകുള്ളൂ, താഴെ വരില്ല. സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ 799 രൂപ, അല്ലെങ്കിൽ ആമസോണിൻ്റെ ഒരു വർഷ സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ 1400-1500 രൂപയ്ക്കുള്ളൂ. സോ നല്ല ഒരു 50-55 ഇഞ്ചിൻ്റെ TV ഉണ്ടെങ്കിൽ, അതിൽ ഡോൾബി വിഷൻ ഉള്ള TV-ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ബാർ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് നല്ല ക്ലിയറായിട്ട് സിനിമ കാണാം. പിന്നെ ഇപ്പം ഇറങ്ങുന്ന സിനിമകളുടെ ഒരു ക്വാളിറ്റി വെച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് ചിലപ്പോൾ മുഴുവൻ കാണണമെന്നില്ല. ചിലത് എപ്പിസോഡ് വെച്ച് കാണും, ചിലത് പകുതി കണ്ട് നിർത്തും, പിന്നെ സൗകര്യമുള്ളപ്പോൾ കാണും, അങ്ങനെയൊക്കെയാണ്. സോ ഇങ്ങനെയും ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കൂടിക്കഴിഞ്ഞാൽ, ഈ ഫേസ്ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സാധനം ഉണ്ടല്ലോ, മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞിട്ട്, വീടിനകത്ത് ഇരുന്നിട്ട് നമുക്ക് വിർച്വൽ ഓഫീസും വിർച്വലായിട്ട് സ്ഥലങ്ങൾ സന്ദർശിക്കാവുന്നൊക്കെ ഒരു മെത്തേഡ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആളുകൾ വിർച്വൽ ലോകത്തേക്ക് കൂടുതൽ പോകും, ആളുകൾ പുറത്തേക്ക് വരെ കുറയും. സോ ഈ സിനിമാ തിയേറ്ററുകളെ ബാധിക്കും ഇത് കൂടുതലായിട്ട്. അതും കൂടി ഒരു ഇതാണ്. ഞാനത് എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ചാനലിൽ കൂടെ ഏറ്റവും കൂടുതൽ എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിനിമ തിയേറ്റർ ടെക്നോളജീനെ കൂടുതലാണ്. അത് മാത്രമല്ല എൻ്റെ ചാനലിൽ കൂടെ പറയാറ് മറ്റ് ടെക്നോളജികളെ പറ്റി സംസാരിക്കാറുണ്ട്, എൻ്റെ പേഴ്സണൽ വ്ളോഗുകൾ ഉണ്ടാവാറുണ്ട്, എല്ലാം ആവാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു വർക്കിംഗ് സ്പേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഞാൻ ഈ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. സോ ഇങ്ങനെ ഒരു സംഭവം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. സോ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും. നമ്മളുടെ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എന്നാൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.